ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ കൊന്ന പ്രതിക്കെതിരെ വൻ ജനരോഷമാണ് കണ്ടത്. തൃശൂർ മാളയിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ ജോജോയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ കയ്യേറ്റത്തിന് ശ്രമിച്ചു. കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനു ശേഷം കുളത്തിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. മാള കുഴൂരിൽ നിന്ന് പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് അവിടെ ഒരു UKG വിദ്യാർത്ഥിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസും നാട്ടുകാരുമെല്ലാം തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള സംശയത്തോടു കൂടി പലയിടങ്ങളിൽ പരിശോധന നടത്തി. അതിനോടൊപ്പം തന്നെ പോലീസ് പൊതുജനങ്ങൾക്കായി കുട്ടിയെ കണ്ടുകിട്ടുകയാണെങ്കിൽ അറിയിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശവും നൽകി. പക്ഷേ പിന്നീടാണ് വലിയ എല്ലാവരുടെയും മനസ്സിനെ നടുക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആ വാർത്ത പുറത്തു വന്നത്. തൃശൂരിൽ 6 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. പിന്നാലെ വരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം. കാണാതാകുന്നതിന് മുൻപ് ഏബലിനൊപ്പം CCTVയിൽ പതിഞ്ഞ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ 6 വയസ്സുകാരനോട് 20 വയസ്സുകാരന് എന്താണ് ഇത്ര പക? മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ സമയത്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നിർണായകമായ വിവരം ലഭിച്ചിരുന്നു. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്ന വിവരം. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് മറ്റാരുമല്ല, ആ കുഞ്ഞിൻ്റെ അയൽവാസി തന്നെയായ ഒരു വ്യക്തിയാണ് ജോജോ എന്ന് പറയുന്ന വ്യക്തി. ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നതിനുള്ള പ്രധാന ഘടകമായത് ഒരു CCTV ദൃശ്യമാണ്. കുഞ്ഞിൻ്റെ കൂടെ അവസാനമായി ജോജോ ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിനും നാട്ടുകാർക്കും ലഭിച്ചു. ഇതോടുകൂടിയാണ് ജോജോയിലേക്ക് സംശയം എത്തുന്നത്. ഈ തിരച്ചിലൊക്കെ നടത്തുന്ന സമയത്തൊക്കെ തന്നെ ജോജോയും കൂടെയുണ്ട്. ജോജോ പല കാര്യങ്ങളിലും ഈ തിരയാനിറങ്ങിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നതിന് വേണ്ടി ജോജോയും പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് പോലീസിനെ ഇത് സംബന്ധിച്ച സംശയമുണ്ടാകുന്നത്. ജോജോയെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം ജോജോ പറഞ്ഞത് താൻ ഈ കുട്ടി കുളത്തിൻ്റെ ദിശയിലേക്ക് പോകുന്നത് കണ്ട് അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. പിന്നീട് ജോജോ പറഞ്ഞത് കുട്ടി കുളത്തിൽ വീഴുന്ന ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള സംശയം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരമായ കൊലപാതകത്തിൻ്റെ വിവരം പുറത്തു വരുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു കൂസലുമില്ലാതെ പ്രതി എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞു. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കാനായി ജോജോ ശ്രമിച്ചു. കുട്ടി കുതറിമാറി. പിന്നീട് വീട്ടുകാരോട് ഇത് സംബന്ധിച്ച വിവരം തുറന്നു പറയുമെന്ന് ജോജോയോട് പറയുകയും ചെയ്തു. ഇതോടെ ജോജോ കുട്ടിയുടെ വായ് പൊത്തിപ്പിടിച്ച് തൊട്ടടുത്തുള്ള കുളത്തിലേക്ക് കുട്ടിയെ താഴ്ത്തുകയും ചെയ്തു. 3 തവണ കുട്ടി രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉയർന്നു വന്നു. പക്ഷേ അപ്പോഴും യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവുമില്ലാതെ അയാൾ ആ കുട്ടിയെ ആ വെള്ളത്തിലേക്ക് താഴ്ത്തുകയാണ് ഉണ്ടായത്. കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഉദ്ദേശം. ജോജോയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പിനായി എത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പ്രതിക്ക് നേരെ വലിയ രോഷാകുലരായിരുന്നു. പ്രതിയെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. കുട്ടിയുടെ പിതാവ് 1 മാസം മുൻപാണ് വിദേശത്തേക്ക് മടങ്ങിപ്പോയത്. അദ്ദേഹം തിരികെ എത്തുകയും ചെയ്തു. ഹൃദയവേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം
തൻ്റെ മകൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് നാട്ടിലേക്ക് എത്തിയത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. വളരെയേറെ ദുഃഖത്തിലാഴ്ത്തിയ നടുക്കിയ ഒരു സംഭവമാണ് കുഴൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു കുട്ടിക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് ആ നാട്ടുകാർ പലതവണ ആവർത്തിച്ച് പറയുന്നു. അതിനായി പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രസവിച്ച അമ്മയാണ് ഈ കിടന്ന് കരയുന്നത്. ഇനിയും ഇതേപോലെ ഒരുപാട് അപവാരം കരയും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ അച്ഛനും അമ്മയും കാണലേ ഉള്ളൂ, തൂക്കിക്കൊള്ളും. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. കൊന്നുകളഞ്ഞേക്കണം അങ്ങോട്ട്. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ഇത്ര ചെറിയൊരു കൊച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ കൊച്ചെന്തോരം കഷ്ടപ്പെട്ട ഓരോരുത്തർ. ഞാൻ പറയും അവർക്ക് ഇനി നീതി കൊടുക്കരുതെന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഇതേപോലെ ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കാല്ലേ. അവനെ തൂക്കി കൊല്ലണം. അവൻ ആ കൊച്ചന് എത്ര വേദന അനുഭവിച്ചോ ആ വേദന അവനും അറിയണം. പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ തന്നെയുണ്ട്. അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ പലപ്പോഴും ഇയാൾ രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.